സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് നമുക്കൊപ്പം ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ആസിഫ്, വലിയ തെറ്റാണ്, അത് ആവർത്തിക്കരുത് എന്നുള്ളത് ഒരു മുന്നറിയിപ്പിനപ്പുറത്തേക്ക് ഒരു താക്കീത് എന്ന വിധത്തിലാണോ ലിസിൻ സ്റ്റീഫൻ നൽകുന്നത്? ആരാണ് ഈ നടൻ എന്ന് വെളിപ്പെടുത്താൻ ലിസിൻ തയ്യാറായിട്ടുണ്ട്? ബിജില, ആ നടൻ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ ലിസിൻ തയ്യാറായിട്ടില്ല. പക്ഷേ അത് കൃത്യമായ ഒരു താക്കീത് തന്നെയാണ് ലിസിൻ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് മലയാള സിനിമയിലെ വലിയ വിജയങ്ങൾ സമ്മാനിച്ച ഒരു നടൻ, എന്നാൽ അല്പകാലമായി തുടർച്ചയായ സിനിമകൾ പരാജയപ്പെടുന്ന ഒരു നടനാണ് ലിസിൻ്റെ പുതിയ സിനിമയിലെ നായകനായി എത്തുന്നത്. അത് ലിസിനുമായി ഉള്ള സാമ്പത്തിക ഇടപാടുകളടക്കം തീർക്കാനാണ് അദ്ദേഹം ആ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സിനിമ തുടർന്ന വേളയിലാണ് ഒരാഴ്ചത്തേക്ക് തനിക്ക് അവധി വേണമെന്ന് ആ നടൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന് കൊടുക്കാൻ ലിസിൻ തയ്യാറായില്ല. കാരണം എല്ലാ സജ്ജീകരണങ്ങളും കാത്തു നിൽക്കുന്ന സമയത്ത് ഇനി ഒരാഴ്ചത്തേക്ക് ഇതെല്ലാം ഹോൾഡ് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയും അതുകൊണ്ട് അത്തരത്തിൽ ഒരാഴ്ചത്തേക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തു. പക്ഷേ അതേസമയം തന്നെ നടൻ ആ സിനിമാ സെറ്റിലേക്ക് വരാതാക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു സിനിമ സെറ്റിലെത്തി ആ സിനിമയിൽ പ്രവേശിക്കുകയും അതിൽ അഭിനയം ആരംഭിക്കുകയും ചെയ്തതാണ് ലിസ്റ്റിനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ ഇടയാക്കിയത്. അതാണ് അത്തരത്തിൽ ലിസ്റ്റിൽ ഇന്നലെ പേരുകളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും താൻ ഈ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ആ നടന് മനസ്സിലാകും. അത് വലിയ തെറ്റാണ്, ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ലിസ്റ്റിൻ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും തൻ്റെ സെറ്റിൽ നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ ആ പ്രയാസങ്ങൾ പറഞ്ഞു പോയ നടൻ മറ്റൊരു സെറ്റിൽ അഭിനയത്തിന് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. അതുതന്നെയാണ് വലിയ തർക്കത്തിന്, അത് ലിസ്റ്റിനുമായുള്ള തർക്കത്തിനെ തുടർന്നാണ് ഈ ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരാഴ്ച അവധി വേണമെന്നുള്ള നിലപാടിലേക്ക് അടക്കം നടൻ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ ഒരു നടനുമായി ബന്ധപ്പെട്ട് തുടർ പരാതികളടക്കം നൽകി മുന്നോട്ട് പോകാനാണ് ലിസ്റ്റിന് ആലോചിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സിനിമ സെറ്റിൽ നിന്ന് അതിൻ്റെ നിർമ്മാണ കരാർ ലംഘിച്ചുകൊണ്ട് മറ്റൊരു സെറ്റിലേക്ക് പോയത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് മുൻനിർത്തി തന്നെയാണ് ലിസ്റ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നലെ ഉണ്ടായ പ്രതികരണം എന്ന് നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നു. സിനിമാ മേഖലയിൽ ഈ ഒരു വിഷയം എന്തായാലും സജീവ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.